CK ടോക്സിന്റെ മറ്റൊരു ഫുട്ബോൾ ടോക്കിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നിലവിൽ ഏതായാലും ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിനെ അനുബന്ധിച്ചുകൊണ്ട് ഏറ്റവും സുപ്രധാനമായ രണ്ട് അപ്ഡേറ്റുകൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ അടുത്ത മത്സരത്തിന് മുൻപായി കൊണ്ട് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിന്റെ പരിശീലകനായ ഹബാസ് ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങളും കൂടാതെ തന്നെ ബ്ലാസ്റ്റേഴ്സിൽ നിന്നും പരിക്കുപറ്റി ഈ ഒരു സീസൺ ഔട്ടായ ബ്ലാസ്റ്റേഴ്സിന്റെ സ്ട്രൈക്കറായ അഥവാ ഗാന സ്ട്രൈക്കറായ ക്വാമി പെപ്രയെ കുറിച്ചുമുള്ള ഒരു നിർണായക അപ്ഡേറ്റ് ആണ് ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ഏതായാലും വിശദമായ വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇതുപോലുള്ള കൂടുതൽ ബ്ലാസ്റ്റേഴ്സ് അപ്ഡേറ്റുകൾ ലഭിക്കുവാൻ വേണ്ടി ഈ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തു വെക്കാൻ ശ്രമിക്കുക. ആദ്യത്തെ ഒരു വാർത്ത എന്നത് ബ്ലാസ്റ്റേഴ്സിന്റെ മത്സരത്തിന് മുമ്പായി കൊണ്ട് മോഹൻ ബഗാന്റെ പരിശീലകനായ ഹബാസ് പറഞ്ഞ കാര്യമാണ്. നമുക്കറിയാം ഈ വരുന്ന ബുധനാഴ്ച അഥവാ ഈ മാർച്ച് 13-ാം തീയതിയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ അടുത്ത മത്സരം വരുന്നത്. ഈ ഒരു മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിന്റെ എതിരാളികളായി വരുന്നത് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് ആണ്. അതും ഈ ഒരു മത്സരത്തിന്റെ സ്പെഷ്യാലിറ്റി എന്നത് ഈ ഒരു മത്സരം കൊച്ചിയിൽ വെച്ച് ആണ് എന്നുള്ളതാണ്. കാരണം കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിക്ക് എതിരായിക്കൊണ്ട് സഹൽ അബ്ദുസമദ് ആദ്യമായിട്ടായിരിക്കും കൊച്ചിയിൽ കളിക്കളത്തിൽ ഇറങ്ങുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു മത്സരം വളരെയധികം നിർണായകം തന്നെയാണ്. ഏതായാലും ഈ ഒരു മത്സരത്തിന് മുമ്പായി കൊണ്ട് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിന്റെ പരിശീലകൻ ബ്ലാസ്റ്റേഴ്സുമായുള്ള മത്സരത്തെ പറ്റി കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. കൊൽക്കത്തയിലെ ഒരു മാധ്യമമാണ് ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഏതായാലും ഹബാസിന്റെ വാക്കുകളിലേക്ക് നമുക്കൊന്ന് കടക്കാം. കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയെ നേരിടുവാൻ വേണ്ടി ഞങ്ങൾ വളരെ നല്ല രീതിയിൽ തന്നെ തയ്യാറെടുത്തു കഴിഞ്ഞിട്ടുണ്ട്. കൂടാതെ ഞങ്ങൾ നിലവിൽ ഞങ്ങളുടെ നിർണായകമായ മത്സരങ്ങളെല്ലാം തന്നെ വളരെ നല്ല രീതിയിൽ കളിച്ചുകൊണ്ടാണ് ബ്ലാസ്റ്റേഴ്സിനെ നേരിടാൻ ഇറങ്ങുന്നത്. അതുകൊണ്ട് തന്നെ ബ്ലാസ്റ്റേഴ്സിനെതിരായ ഈ ഒരു മത്സരം ഞങ്ങൾ വളരെ കോൺഫിഡന്റ് ആയിട്ടായിരിക്കും നേരിടുക. കൂടാതെ ഈ ഒരു മത്സരം കൊച്ചിയിൽ വെച്ച് ആണ് എന്നുള്ളതൊന്നും ഒരു വിഷയമേ അല്ല. തീർച്ചയായിട്ടും ഈ ഒരു മത്സരം വിജയിക്കാൻ തന്നെയാണ് ഞങ്ങൾ ശ്രമിക്കുക. ഈ കാര്യങ്ങളൊക്കെയാണ് മത്സരത്തിന് മുമ്പായി കൊണ്ട് മോഹൻ ബഗാന്റെ പരിശീലകനായ ഹബാസ് ബ്ലാസ്റ്റേഴ്സുമായുള്ള മത്സരത്തെ പറ്റി പറഞ്ഞിട്ടുള്ളത്. നമുക്കറിയാം നിലവിൽ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് വളരെ നല്ല രീതിയിൽ തന്നെ ഫോം ആയിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസത്തെ കൊൽക്കത്ത ഡെർബി തന്നെ നമുക്ക് എടുത്തു നോക്കിയാൽ മനസ്സിലാക്കാം. 1-3 ഗോളുകൾക്കാണ് ഈസ്റ്റ് ബംഗാളിനെതിരെ മോഹൻ ബഗാൻ വിജയം സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ബ്ലാസ്റ്റേഴ്സിനെ നേരിടാൻ വളരെയധികം കോൺഫിഡന്റ് ആണ് എന്ന് ഹബാസ് പറഞ്ഞിട്ടുള്ളത്. ഏതായാലും അടുത്തൊരു വാർത്ത എന്നത് ബ്ലാസ്റ്റേഴ്സിന്റെ മിനും സ്ട്രൈക്കറായ ക്വാമി പെപ്രയെ കുറിച്ചാണ്. നിലവിൽ ഏതായാലും പെപ്രയെ കുറിച്ച് ഒരു റൂമർ പുറത്തേക്ക് വന്നിട്ടുണ്ട്. റൂമർ എന്നൊന്നും പറയാൻ പറ്റില്ല, ചെറിയ രീതിയിലുള്ള റിപ്പോർട്ട് തന്നെയാണിത്. കാരണം ഈ ഒരു റിപ്പോർട്ട് പുറത്തേക്ക് വിട്ടിട്ടുള്ളത് ഗാന സോക്കർ നെറ്റ് ആണ്. നമുക്കറിയാം ഗാന സൂപ്പർ താരമായ ക്വാമി പെപ്രയ്ക്ക് സൂപ്പർ കപ്പ് അഥവാ കലിംഗ സൂപ്പർ കപ്പിനിടെ പരിക്കു പറ്റിയിട്ടുണ്ടായിരുന്നു. അതിനെ തുടർന്നുകൊണ്ട് താരത്തിന് വരാൻ പോകുന്ന ISL മത്സരങ്ങളെല്ലാം തന്നെ നഷ്ടമാകുമെന്ന് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. താരം സീസൺ ഔട്ടാവുമെന്ന് അറിഞ്ഞതോടുകൂടി ബ്ലാസ്റ്റേഴ്സ് ആരാധകരെല്ലാവരും വളരെയധികം നിരാശയിലുമായിരുന്നു. കാരണം ആദ്യമൊന്നും വളരെ നല്ല രീതിയിലൊന്നും കളിക്കാത്തൊരു താരം പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ നല്ല രീതിയിൽ തന്നെ കളിച്ചു മുന്നേറാൻ തുടങ്ങിയപ്പോൾ ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് എല്ലാവർക്കും തന്നെ വളരെയധികം സ്നേഹമായിരുന്നു പെപ്രയോട്. കൂടാതെ ഇതിൽ എടുത്തു പറയേണ്ട കാര്യം എന്നുള്ളത് പെപ്രയുടെയും ദിമിത്രോസ് ഡയമൻഡക്കോസിന്റെയും ഒരു കോമ്പിനേഷൻ തന്നെയാണ്. ഇവർ രണ്ടുപേരുടെയും ഇടയിൽ നല്ലൊരു കോമ്പിനേഷൻ ആയിരുന്നു വർക്കായിക്കൊണ്ടിട്ടുണ്ടായിരുന്നത്. അതിന്റെ ഇടയിലാണ് പെപ്രക്ക് പരിക്ക് പറ്റിക്കൊണ്ട് സീസൺ ഔട്ടായത്. ഏതായാലും നിലവിൽ ഇപ്പോൾ ഗാന സോക്കർ നെറ്റ് ഒരു സുപ്രധാനമായ റിപ്പോർട്ടാണ് പെപ്രയെ കുറിച്ച് പുറത്തേക്ക് വിട്ടിട്ടുള്ളത്. ആ ഒരു റിപ്പോർട്ടിൽ പറയുന്നത് ഗാന സൂപ്പർ താരമായ ക്വാമി പെപ്ര കേരള ബ്ലാസ്റ്റേഴ്സുമായുള്ള കരാർ അവസാനിപ്പിച്ചു എന്നാണ്. നിലവിൽ താരത്തിന് പരിക്ക് പറ്റിയത് കൊണ്ട് തന്നെ താരം ട്രീറ്റ്മെന്റ് എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഗാനയിൽ വെച്ചാണ് എന്ന് നേരത്തെ തന്നെ ബ്ലാസ്റ്റേഴ്സിന്റെ സ്പോർട്ടിംഗ് ഡയറക്ടറായ കരോലിസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. കൂടാതെ ക്വാമി പെപ്രക്ക് പകരക്കാരനായിക്കൊണ്ടാണ് നോഹ സദോയ് എന്ന സൂപ്പർ താരത്തെ ഗോവയിൽ നിന്നും ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തിക്കുന്നത് എന്നും ചെറിയ രീതിയിലുള്ള റിപ്പോർട്ട് പുറത്തേക്ക് വന്നിട്ടുണ്ട്. ഏതായാലും പെപ്ര ബ്ലാസ്റ്റേഴ്സുമായുള്ള കരാർ ടെർമിനേറ്റ് ചെയ്തുകൊണ്ട് പുറത്തേക്ക് പോകുന്നതിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ താഴെ കമന്റായി രേഖപ്പെടുത്താൻ മറക്കാതിരിക്കുക. ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. കൂടുതൽ ISLനെ കുറിച്ചും കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചുമുള്ള അപ്ഡേറ്റുകൾ ലഭിക്കുവാൻ വേണ്ടി ഈ ചാനൽ ഒന്ന് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തു വെക്കാൻ ശ്രമിക്കുക. അപ്പോൾ അടുത്തൊരു ISL ബ്ലാസ്റ്റേഴ്സ് അപ്ഡേറ്റുമായി വീണ്ടും വരാം. ഗുഡ് ബൈ.